യോശുവയുടെ പുസ്തകം അദ്ധ്യായം 12. യിസ്രായേൽ മക്കൾ യോർദ്ദാൻ നദിക്ക് കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമ്മോൻ പർവ്വതം വരെയും കിഴക്കെ അരാബ മുഴുവനും കൈവശമാക്കി. അവർ കീഴടക്കിയ തദ്ദേശരാജാക്കന്മാർ ഇവർ ആകുന്നു: ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അവൻ അരോവേർ മുതൽ താഴ്വരയുടെ മദ്ധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമ്മോന്യരുടെ അതിരായ യാബ്ബോക്ക് നദിവരെയും കിന്നേരെത്ത് കടൽ മുതൽ ഉപ്പുകടൽവരെ ബേത്ത്യെശീമോത്തോളം ഉള്ള കിഴക്കെ അരാബയും തെക്ക് പിസ്ഗാചരിവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവൻ അസ്തരോത്തിലും എദ്രെയിലും പാർത്തിരുന്നു. അവൻ ഹെർമ്മോൻ പർവ്വതവും സൽക്കയും ബാശാൻ ദേശം മുഴുവനും ഗെശൂര്യരുടെയും മയഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശെയും യിസ്രായേൽ മക്കളും കൂടെ കീഴടക്കിയിരുന്നു. മോശെ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു. യോശുവയും യിസ്രായേൽ മക്കളും യോർദ്ദാന്റെ പടിഞ്ഞാറ് ലെബാനോൻ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സേയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കി. യോശുവ യിസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഈ രാജാക്കന്മാരുടെ ദേശം അവകാശമായി കൊടുക്കുകയും ചെയ്തു. മലനാട്ടിലും താഴ്വരയിലും അരാബയിലും മലഞ്ചരിവുകളിലും മരുഭൂമിയിലും തെക്കേദേശത്തുമുള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരുടെ ദേശം തന്നെ. യെരിഹോ രാജാവ്, ബേഥേലിനരികെയുള്ള ഹായി രാജാവ്, യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീശിലെ രാജാവ്, എഗ്ലോനിലെ രാജാവ്, ഗേസെർ രാജാവ്, ദെബീർ രാജാവ്, ഗെദേർ രാജാവ്, ഹോർമ്മ രാജാവ്, ആരാദ് രാജാവ്, ലിബ്ന രാജാവ്, അദുല്ലാം രാജാവ്, മക്കേദ രാജാവ്, ബേഥേൽ രാജാവ്, തപ്പൂഹ രാജാവ്, ഹേഫർ രാജാവ്, അഫേക് രാജാവ്, ശാരോൻ രാജാവ്, മാഥോൻ രാജാവ്, ഹാസോർ രാജാവ്, ശിമ്രോൻ മെരോൻ രാജാവ്, അക്ശാപ്പു രാജാവ്, താനക് രാജാവ്, മെഗിദ്ദോ രാജാവ്, കാദേശ് രാജാവ്, കർമ്മേലിലെ യൊക്നെയാം രാജാവ്, ദോർമേട്ടിലെ ദോർ രാജാവ്, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ്, തിർസ രാജാവ്. ഇങ്ങനെ ആകെ 31 രാജാക്കന്മാർ.